നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. വല്ലാത്തൊരു ദിവസമാണ് ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന്. 18 വിക്കറ്റുകളാണ് വീണിരിക്കുന്നത്. മക്കയിൽ നടക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റ്. സൗത്ത് മക്കയിൽ ബൗളർമാരങ്ങ് നിറഞ്ഞാടി. ആദ്യ ടെസ്റ്റ് ഡാർവിനിലെ ഓസീസിനെ ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയിരുന്നല്ലോ. എന്നാൽ രണ്ടാം ടെസ്റ്റിൽ പേസ് ബൗളിങ്ങിൻ്റെ വന്യമുഖം പുറത്തെടുത്തുകൊണ്ട് ബംഗ്ലാദേശിനെ അരിഞ്ഞിട്ടു. എന്നാൽ ബംഗ്ലാദേശും വിട്ടുകൊടുത്തില്ലെന്നേ, ബംഗ്ലാദേശും തിരിച്ചടിച്ചു. അതാണ് സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോൾ 18 വിക്കറ്റുകൾ ഒരു ദിവസം വീണു. 64 റൺസിന് ഓൾ ഔട്ടായി ബംഗ്ലാദേശ് തങ്ങളുടെ ആദ്യ ഇന്നിങ്സിലെങ്കിൽ ഓസ്ട്രേലിയ 165-8 എന്ന രൂപത്തിലാണ്. 101 റൺസിൻ്റെ ലീഡ് ഉണ്ട്. ശരിക്കും മേൽക്കൈ ഓസ്ട്രേലിയക്ക് തന്നെ. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു വമ്പൻ ലീഡ് എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം. ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് നാളെ കളി തീർന്നാലും അത്ഭുതപ്പെടാനില്ല. അതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് അവരുടെ ഇന്നിങ്സ് കഴിഞ്ഞ വാട തന്നെ വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഇന്നിങ്സിൽ 6 വിക്കറ്റുകൾ കൊണ്ട് മിച്ചൽ സ്റ്റാർക്ക് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി ഓസീസിൻ്റെ കരുത്തായി മാറിയപ്പോൾ മറുഭാഗത്ത് ഓസ്ട്രേലിയയുടെ 6 വിക്കറ്റുകൾ ഇതാ പിഴുതെടുത്തിരിക്കുകയാണ് ഷൊറിഫുൽ ഇസ്ലാം. 11 ഓവറിൽ 35 റൺസിന് 6 വിക്കറ്റ് അദ്ദേഹവും പിഴുതു. തസ്കിൻ അഹമ്മദും മെഹദി ഹസൻ മിറാസും ഓരോ വിക്കറ്റുകൾ എടുത്തപ്പോൾ ഓസ്ട്രേലിയ 165-8. അപ്പോൾ ഓസീസ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ മാറ്റ് റെൻഷു ആണ് ആദ്യം മടങ്ങിയത്. തസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ തൻസിദ് ഹസൻ പിടിച്ച് പുറത്താകുമ്പോൾ 8 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. പിന്നാലെ വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീഴുന്ന കാഴ്ച. ട്രാവിസ് ഹെഡ് വീഴുന്നു. ട്രാവിസ് ഹെഡ് 22 റൺസാണ് അടിച്ച് ഷൊറിഫുൽ ഇസ്ലാം പറഞ്ഞു വിട്ടു. തൊട്ടു പിന്നാലെ മാർണസ് ലബുഷേനെയും പറഞ്ഞു വിടുന്നു. ലബുഷേൻ 4 റൺസാണ് അടിച്ചത്. ഷൊറിഫുൽ ഇസ്ലാം പറഞ്ഞു വിട്ടു. അതോടുകൂടി 50 റൺസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയുടെ 3 വിക്കറ്റുകൾ വീഴുന്ന കാഴ്ച. എന്നാൽ സ്റ്റീവ് സ്മിത്തും കാമറൺ ഗ്രീനും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അവർ ലീഡിലേക്കൊക്കെ എത്തി. 118 സമയത്താണ് പിന്നെ സ്റ്റീവ് സ്മിത്ത് മടങ്ങുന്നത്. സ്റ്റീവ് സ്മിത്ത് 74 പന്തുകളിൽ നിന്ന് 42 റൺസ് അടിച്ചു. അദ്ദേഹത്തെ LBWയിൽ കുരുക്കിയത് ഷൊറിഫുൽ ഇസ്ലാമാണ്. കാമറൺ ഗ്രീൻ ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് ബാറ്റർമാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് മടങ്ങിക്കൊണ്ടിരുന്നു. അലക്സ് ക്യാരി 5 റൺസ്, ബി വെബ്സ്റ്റർ ഡെക്ക്, പാറ്റ് കമിൻസ് ഡെക്ക്, മിച്ചൽ സ്റ്റാർക്ക് 1, ഇങ്ങനെ പോയി വിക്കറ്റുകൾ. ഒരു ഘട്ടത്തിൽ അവരുടെ 8ാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ 148 റൺസാണ്. അവിടെ നിന്ന് നദാൽ ലിയോണിനോടൊപ്പം 165 റൺസിലേക്ക് ഇപ്പോൾ കാമറൺ ഗ്രീൻ എത്തിച്ചിട്ടുണ്ട്. ഗ്രീന് 81 പന്തുകളിൽ നിന്ന് 51 റൺസുമായിട്ട് ക്രീസിൽ. ലിയോൺ 28 പന്തുകളിൽ നിന്ന് 10 റൺസുമായിട്ട് ക്രീസിൽ. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഗ്രീനിൻ്റെ ബാറ്റിൽ നിന്ന് കുറച്ചുകൂടി റൺസ് വന്ന് 100-200 റൺസിന് മുകളിലേക്ക് പോകാനായിരിക്കും ഓസ്ട്രേലിയ എന്തായാലും ശ്രമിക്കുക. ഒരു 150 റൺസിനൊക്കെയുള്ള ലീഡ് അവർ നേടിക്കഴിഞ്ഞാൽ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് വേണമെങ്കിൽ ഇന്നിങ്സ് വിജയം തന്നെ നേടാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും തിരിച്ചടിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഓസ്ട്രേലിയക്ക് തന്നെയാണ് മേൽക്കൈ. വീഡിയോ അവസാനിക്കുന്ന. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.